ഈ പത്രവാർത്ത നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വലുതായിട്ടെങ്കിലും വരാറില്ലേ, ന്യൂസിൽ ചാനലിലൊന്നും വരത്തില്ല. അങ്ങനെയാണ് സാധാരണ ഇത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ഏറ്റവും കൂടുതൽ 27 മണിക്കൂർ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അടൂർ ബൈപ്പാസ്. 1 കിലോമീറ്ററിനകത്ത് 30ഓളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന കടകളാണ്. 30ഓളം ഉണ്ട്. അത് എണ്ണിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 30 കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ. നിരവധി ചിക്കൻസിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ. പക്ഷേ ഹെൽത്തുകാർ പിടിച്ചേക്കുന്ന ആ റിപ്പോർട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ വീഡിയോ അതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കയറി കാണണം കേട്ടോ. KFC ഇവിടുന്ന് പിടിച്ചേക്കുന്ന 2 ആഴ്ച പഴക്കമുള്ള ചിക്കനുകളൊക്കെ, അതൊക്കെ കഴുകി ഫ്രൈ ചെയ്യുന്നതായിരുന്നേ. അതുപോലെ ചിക്കിങ്സിലാണ്ട് 7 ദിവസം പഴക്കമുള്ള എണ്ണയാണ് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് തരുന്നത്. മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എവിടെയാണ്? ഇതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഓപ്പൺ കിച്ചണുകൾ കാണിക്കണമെന്ന് എല്ലാ നിയമങ്ങളും പറയാറുണ്ട്. നമുക്കറിയില്ല അവിടെ എവിടെയെങ്കിലും കിച്ചണുകൾ കാണാറുണ്ട്. ഇപ്പം കുറേ കടകൾ കാണാറുണ്ട്, ഇല്ലെന്നല്ല. ഉണ്ട് 1 കിലോമീറ്ററിനുള്ളിലാണ് നമുക്ക് ഈ 30ഓളം കടകൾ വരുന്നത് ബൈപ്പാസിൽ അടൂർ. രാത്രിയിൽ പോകുമ്പോൾ നമ്മൾ പകുതി കടകൾ അടച്ചേക്കായിരിക്കും. പകൽ ഇഷ്ടംപോലെ കടകളുണ്ട്. രാത്രിയിൽ തിരുവല്ല കഴിഞ്ഞ് കൊട്ടാരക്കരയിൽ നിന്ന് വന്നാൽ, കായംകുളത്തു നിന്ന് വിട്ടാൽ, പത്തനാപുരത്തു നിന്ന് വന്നാൽ നമുക്ക് അടൂർ ബൈപ്പാസിൽ എപ്പോഴും ഫുഡ് കിട്ടും. ഒരു 3-4 കടകൾ, ആ പറയുന്ന SN എന്ന് പറയുന്ന കട ഉൾപ്പെടെ പിടിച്ചേക്കണം കേട്ടോ. ഇതൊക്കെ പിടിക്കുന്നു. 10,000 രൂപയാണ് ഫൈൻ കൊടുത്തേക്കുന്നത് കേട്ടോ. 10,000 രൂപ ഫൈൻ അടിച്ചേക്കുന്നുണ്ട്. ഈ 10,000 രൂപ ഫൈൻ അടിച്ച് എന്തുണ്ടാവാനാ? നിരവധി ആളുകൾ ഹോസ്പിറ്റലിൽ, ചിലപ്പോൾ വഴിയിൽ പോകുന്ന പലരും ആയിരിക്കും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ഈ ഫുഡ് കഴിക്കുന്നവർ അറിയുന്നില്ല എവിടെ നിന്നാണ് കഴിച്ചത് എന്താണെന്നുള്ളത്. എങ്കിൽ അവർക്കുണ്ടാകുന്ന അസുഖങ്ങളും അവരെന്ത് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഫുഡ് പോയിസണൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുമോ? എന്തിനു വേണ്ടി മാരകമായ എണ്ണയാണ് ഉപയോഗിക്കുന്നതിനകത്തൊക്കെ. ഇത്ര കാശ് നിങ്ങൾ അധികം വാങ്ങിച്ചു വന്നേ, നല്ല ഭക്ഷണം തരൂ. നല്ല ഭക്ഷണം തന്നിട്ട് നിങ്ങൾ കാശ് അധികം വാങ്ങിച്ചു, ഒരു കുഴപ്പമില്ല. ഇതങ്ങനല്ലല്ലോ. കാശും വാങ്ങിക്കും, ഭക്ഷണവും കൊള്ളത്തില്ലെന്ന് വെച്ചാൽ എന്ത് കഷ്ടമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടെ ഉപയോഗിക്കൂ. ചിക്കനൊക്കെ എന്നും കംപ്ലൈൻറ്റ് പറയുന്നതല്ലേ, എപ്പോഴും പറയാം ചിക്കൻ്റെ കാര്യം. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിക്കൻ മതി. മിക്ക ആൾക്കാരും കടിച്ച് പറിക്കുന്ന സാധനം മതി. നമ്മളും കഴിക്കാറുണ്ടില്ലെന്നല്ല, പക്ഷേ നമ്മൾ പറയുന്നതല്ല. ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആര് നഷ്ടപരിഹാരം തരും? ഒരുപാട് കടകളുണ്ട് കേട്ടോ. നല്ല ഫുഡ് വരുന്നത്, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ്, നമുക്ക് കാശ് കൊടുത്താൽ അത് മുതലാകുന്ന ഫുഡ് നല്ല രീതിയിൽ തരുന്ന ആളുകളുണ്ട് കേട്ടോ. അവരെ അല്ല കേട്ടോ, നല്ല രീതിയിൽ നടത്തുന്നവർ കൂടി ഇതൊരു ശാപമാണ്. അവരിതിനെതിരെ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ യൂണിയനിൽ നിന്നൊക്കെ മാറണം. ഇതിപ്പോൾ 1 വട്ടം 2 വട്ടം പിടിച്ചതൊന്നും അല്ലത്. പേര് കേട്ടും പേര് കണ്ടുമൊക്കെ വന്ന ആളുകളാണ്. ബൈപ്പാസിൽ വന്ന ഫുഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരുന്ന പല ആളുകളുണ്ട്. അത് ബാക്കിയുള്ള ആളുകൾക്കൂടെ കച്ചവടം ഇല്ലാതാക്കും, നിങ്ങളുടെ ബിസിനസ്സിന് ഇല്ലാതാക്കിപ്പോൾ. എന്തിനാണ് ഇങ്ങനെ അമിത ആവശ്യം കാണിക്കുന്നത്? ആവശ്യത്തിന് സാധനം ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ 10 രൂപ അധികം മാസം പറയുന്നുണ്ടല്ലോ, ആരും പറയുന്നില്ലല്ലോ. ഹോട്ടലിൽ വന്ന് ആരെങ്കിലും വില വെച്ചുന്നുണ്ടോ? നിങ്ങളോട് ഹോട്ടലിൽ വന്ന് ആരെങ്കിലും വില വെച്ചുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താ ഈ 10,000 രൂപയ്ക്ക് അടിച്ചു കൊടുക്കാതെ ഈ ഫൈനൊക്കെ ഇവർക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, അറിയാതെ ചെയ്യുന്ന തെറ്റുകളല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. ഇവർക്കൊക്കെ ലക്ഷങ്ങൾ വേണം. ലക്ഷങ്ങൾ ഫൈൻ അടിച്ചു കൊടുക്കുക, അവരുടെ ലൈസൻസ് കട്ട് ചെയ്യുക, വീണ്ടും തുടങ്ങാൻ പുതിയ ലൈസൻസ് എടുക്കുന്ന രീതി കൊടുക്കണം. പുതിയതായിട്ട് അവരെല്ലാം ക്ലീൻ ചെയ്ത് ആദ്യം മുതൽ ലൈസൻസ് എടുത്ത് തുടങ്ങുന്ന തന്നെ രീതി വേണം. എന്ത് ചെറിയൊരു തെറ്റിന് പോലും, ആ ഫുഡാണ് മനുഷ്യൻ്റെ ജീവനും ഒക്കെ ആവശ്യമുള്ളതല്ലേ. നിങ്ങൾ ഇതുപോലെ 10,000 രൂപ അടിച്ചു കൊടുത്ത് 10,000 ഇരട്ടി ലാഭം ഉണ്ടാക്കിയിട്ടല്ലേ ഉണ്ടാക്കുന്നവിടെ. ഹെൽത്തുകാരൊക്കെ ഇങ്ങനെ ചെയ്യണ്ടേ? 6 മാസം കുടിക്കുമ്പോൾ ഹെൽത്തിലിരിക്കുന്ന ആൾക്കാരെ മാറ്റണം. സ്ഥിരമായിട്ടിരിക്കുമ്പോൾ അവർ കടക്കാരോട് പരിചയക്കാരാവും. 12 പേരെ ഹോസ്പിറ്റലിൽ കിടന്നു. ഓർത്തോ, ഇവിടുന്ന് കഴിച്ചാ പരാതിയുണ്ട്. ഫുഡ് സേഫ്റ്റിക്കാർ വന്നത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡുകാർ വന്നിട്ട് ചിക്കൻ സാമ്പിൾ എടുത്ത് മറ്റേ ഫോർമാലിലേക്ക് കൊണ്ടുപോയിരുന്നു. സിഎമ്മിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുഴുവൻ എണ്ണയെ നീക്കം ചെയ്യുകയാണ്. കാരണം 7 ദിവസമായ കരിയോയിലെണ്ണ. കരിയോയിലെണ്ണയാണ് കാണുന്നത്. 7 ദിവസമായ കരിയോയിലെണ്ണ എന്ന് വെച്ചാൽ ബൈപ്പാസിലെ ചിക്കൻസാണ്.